എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ വണ്ടിപ്രാന്തന്മാരോടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ ഈ ഒരു കൊച്ചു കേരളത്തിലില്ല, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. എടാ, നമ്മളെ ആർക്കും വേണ്ടടാ, വണ്ടി പണിയുന്നവന്മാരെ ആർക്കും വേണ്ട, വണ്ടിപ്രാന്തന്മാരെ ആർക്കും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി വേണം. ഞങ്ങൾ വണ്ടി പണിയുന്നത് ഞങ്ങളുടെ സ്വകാര്യ വസ്തുവിലിട്ടായാലും എന്തായാലും ഞാൻ വണ്ടി പണിയുള്ള കാര്യം ഞാൻ പറയാമല്ലോ. എനിക്ക് എൻ്റെ വണ്ടി മോഡിഫൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വകാര്യ വസ്തുവിലിട്ട് വണ്ടി മോഡിഫൈ ചെയ്ത് പൊതുനിരത്തിൽ ഇറക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാനത് എല്ലാ ദിവസവും രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ പണിഞ്ഞ വണ്ടിയൊക്കെ ഇങ്ങനെ സുഖമായിട്ടിരുന്ന് കണ്ട് അഭിമാനം കൊള്ളും. അതാണ് എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വണ്ടിപ്രാന്തന്മാരെ ആർക്കും വേണ്ട. നമ്മളൊക്കെ എന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരാണ്. അത് ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും ഇല്ല. അതുപോലും ഇല്ലാത്ത വാഹനങ്ങളിൽ ബ്രംബോയുടെ ബ്രേക്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റം. അപ്പോൾ ഇതൊന്നും ഞാൻ നിയമത്തെ ചോദ്യം ചെയ്യാനോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ ചോദ്യം ചെയ്യാനോ ഹൈക്കോടതിയെ ചോദ്യം ചെയ്യാനോ ഒന്നും ചെയ്യുന്നതല്ല. ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് പൊതുനിരത്തിൽ ഇറക്കാതിരിക്കുക. നമ്മൾ വണ്ടിപ്രാന്തന്മാര് ദയവ് ഇത് പൊതുനിരത്തിൽ ഇറക്കാതിരിക്കുക. സ്വകാര്യ വസ്തുവിലിട്ട് എന്തായാലുമൊക്കെ പണിഞ്ഞ് ആത്മനിർവൃതി അണയുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കഴിവിനെ അംഗീകരിക്കാൻ ഇവിടെ ആരുമില്ല. നമ്മുടെ ഈ ഒരു കലയുണ്ടല്ലോ, വാഹനം പണിയാന്ന് പറയുന്ന കല, അത് അംഗീകരിക്കാൻ ഇവിടെ ആരുമില്ല. അംഗീകരിക്കുന്ന നാട്ടിൽ പോയിട്ട് വല്ല ഇന്തോനേഷ്യയിലോ അവിടെ ജപ്പാനിലോ കാണാൻ പോയി അവിടെ കാണാൻ വണ്ടി പണിഞ്ഞ് അവിടെ റോഡിൽ ഓടിക്കും. ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല.